ഹലോ. അപ്പോൾ എല്ലാവരും വന്നോളൂ. നമുക്കിന്ന് കുക്കിംഗ് വീഡിയോ ആണ്. ദാ കപ്പയും ചിക്കനും. ഇത് നമ്മുടെ സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ കപ്പ നമുക്ക് ചെറിയ കഷ്ണമായിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കപ്പയൊക്കെ ഞാൻ തൊലിയൊക്കെ പൊളിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത്. പക്ഷേ കപ്പ പറ്റിച്ചു. അത് വേകാത്ത കപ്പയായിരുന്നേ. കുറേ നേരം അടുപ്പത്തിട്ടിട്ടും അതങ്ങ് വെന്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാം. ഞാൻ കപ്പ അടപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. ഫസ്റ്റത്തെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടാണ് ഞാൻ കപ്പ അടപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കപ്പ ഒന്നിളക്കി കൂട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വാടി വരാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാടിയൊക്കെ അങ്ങ് വന്നപ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, പിന്നെന്താ കുരുമുളക് പൊടി. അപ്പം ഇത്ര ഐറ്റംസാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതുപോലെ മസാലകളൊക്കെ ഇട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇന്ന് ഇളക്കി കൂട്ടി ഞാൻ ചിക്കനും കൂടി ഒന്ന് തട്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൂട്ടി ഇച്ചിരി നേരം ഒന്ന് മൂടി വെച്ചു കേട്ടോ. അപ്പോൾ ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയൊക്കെ അത് വേകാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പയൊക്കെ വെന്ത് വന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും വെന്ത് വന്നു. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. വലിയ പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇളക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ്. അപ്പം രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ അങ്ങനെ തൂങ്ങിയിട്ട് കുറച്ച് നേരം അങ്ങ് മൂടി വെച്ചു കേട്ടോ. നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് നമ്മുടെ കപ്പ ബിരിയാണി, എന്താ പറയുക, ചിക്കൻ കൊണ്ടുള്ള കപ്പ ബിരിയാണി അങ്ങ് സെർവ് ചെയ്തിട്ട് കുറച്ച് സവാള അതിന് മീതെ ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, പൊളി, അടിപൊളി ഐറ്റം. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിലത്തെ സ്പെഷ്യൽ ഡിന്നർ ഇതായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. വീണ്ടും കാണാം. ഓക്കെ, ബൈ.